ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്ക് ആത്മോപദേശ ശതകത്തിലെ 17ാമത്തെ ശ്ലോകമാണ് ഇന്ന് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. അഴലെഴും അഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കി തൂക്കി ആത്മാനിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ. സാരം: ചൂടുള്ള 5 നാളങ്ങളോടും 2 തട്ടുകളോടും കൂടിയ തൂക്കുവിളക്ക് അനാദിയായി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ നിഴലാകുന്ന ശരീരം പൂർവവാസനകളാകുന്ന നെയ്യിൽ, കർമ്മങ്ങളാകുന്ന തിരിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മന്ത്രം ധ്യാനാത്മകമായി മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിത രഹസ്യം മനസ്സിലാക്കാം. അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ അറിവിൻ്റെ രഹസ്യം മനസ്സിലാക്കാം. ജനനം മുതൽ നാം പലതും പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നു, എന്തെങ്കിലും നേടുന്നു. എന്നാൽ നമ്മുടെ ജീവിത രഹസ്യം ഇതാരും ചിന്തിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ഗുരു ഇവിടെ ആ രഹസ്യം വെളിപ്പെടുത്തുന്നു. എല്ലാവരും ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ശരീരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ രഹസ്യമായ കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ, ശരീരം, മനസ്സ്, ആത്മാവ് തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും ഗുരു കൃത്യമായി പറഞ്ഞു തരുന്നു. ശരീരം ആത്മാവിൻ്റെ നിഴൽ ദേഹമാണ്. ആത്മാ നിഴലുരു. ഇത് ആത്മാവിൻ്റെ നിഴലായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഊർജം വേണം. അതാണ് വാസന. നെയ്യതോ മുൻ പഴകിയ വാസന. നെയ്യതോ മുൻ പഴകിയ വാസന. വർത്തി, തിരി, കർമ്മമാകുന്ന തിരി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്ര കാലം പ്രവർത്തിക്കുന്നു എന്നൊന്നും അറിയില്ല. ശരീരം എന്താണെന്ന് അറിയണം. അഴലെഴും 5 ഇതളാർന്ന്, ചൂട് പരത്തുന്ന, അതായത് ദുഃഖമുളവാക്കുന്ന 5 ഇതളുകൾ, ദുഃഖമുളവാക്കുന്ന 5 ഇതളുകൾ, 5 ഇന്ദ്രിയങ്ങൾ, 2 തട്ട്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. സൂക്ഷ്മ സ്ഥൂല ശരീരം ആണ് 2 തട്ട്. എന്താണ് സ്ഥൂല ശരീരം? നാം ഈ കാണുന്ന ശരീരം, ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയ നാം കാണുന്ന ശരീരം. സൂക്ഷ്മ ശരീരം നമ്മുടെ അന്ധകരണങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവയാണ് സൂക്ഷ്മ ശരീരങ്ങൾ. അങ്ങനെ ശരീരവും മനസ്സുമായ 2 തട്ടുകൾ. ഇന്ദ്രിയങ്ങളെല്ലാം സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നു. സൂക്ഷ്മ ശരീരം രൂപപ്പെടണമെങ്കിൽ സ്ഥൂല ശരീരം വേണം. 5 ഇന്ദ്രിയങ്ങളോടും 2 ശരീരത്തോടും കൂടി ചുഴലുന്നു, ചുറ്റുന്നു, ഒരു തൂക്കുവിളക്കായി. തൂക്കുന്നതിന് പ്രതലം വേണ്ട, നിലയില്ല. തൂക്കുവിളക്കായി, നിലയില്ലാതെ വിളക്കാണ്. തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് ആട്ടമുണ്ടാകും, ചഞ്ചലമുണ്ടാകും. നമ്മുടെ വിളക്കിന് ചഞ്ചലമുണ്ടാകും. ശരീരത്തെ സംബന്ധിച്ചിട്ടാണ് ഈ ശ്ലോകം എന്ന് മനസ്സിലാക്കാം. ആത്മാ നിഴലുരും. ശരീരം വെറും ആത്മാവിൻ്റെ നിഴലാണ്. ഇനി നിഴലുണ്ടാകണമെങ്കിൽ ഒരു വസ്തു വേണം. ആത്മാവാണ് യഥാർത്ഥ വസ്തു. ആ ആത്മവസ്തുവിൻ്റെ നിഴലാണ് ശരീരം. നമ്മളെ തന്നെയാണ് ഗുരു ഇത് പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിലെ കൂടി പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ധാരണ വേണം. ആത്മാവിൻ്റെ നിഴലായ ശരീരം, ആത്മാവിൻ്റെ നിഴലായി ശരീരം നിലനിൽക്കുന്നു. ശരീരത്തെ ആത്മാവിൻ്റെ നിഴലുരു ആണ്.
നിഴലുണ്ടാവണമെങ്കിൽ ഒരു വസ്തു വേണം. ശാശ്വതമായ വസ്തുവെന്ന നിഴലിൽ ഗുരു ആത്മാവിനെയാണ് ഇവിടെ ഉപമിച്ചത്. വിളക്ക് കത്തിജ്വലിക്കുന്നതിന് നെയ് അല്ലെങ്കിൽ എണ്ണ നമ്മുടെ പഴകിയ വാസനയാണ്. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള രണ്ടറ്റങ്ങളുടെ നടുക്കുള്ള അവസ്ഥയാണ്. യാതൊരു മൂല്യവുമില്ലാത്തവർ സുഖമായി കഴിഞ്ഞുകൂടുന്നു. എന്നാൽ നിറയെ മൂല്യത്തോടെ ജീവിക്കുന്നവർ വളരെ കഷ്ടത്തോടെ ജീവിക്കുന്നു. വാസന നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പൂർവികരുടെയും ജീവിതത്തിൻ്റെ കുറേ ഭാഗം വാസനയാണ് നിയന്ത്രിക്കുന്നത്. ജന്മം നമ്മുടെ ജീവിതത്തിൻ്റെ പല സ്വഭാവത്തെയും മാറ്റിമറിക്കുന്നു. ഗുരു ഗുണത്തിനേക്കാൾ വാസനയായിട്ടാണ് കാണുന്നത്. പഴകിയ വാസന എണ്ണയായി മാറുന്നു. കർമ്മമാണ് തിരിയാകുന്നത്. കർമ്മത്തിൻ്റെ അടിസ്ഥാനം വാസനയാണ്. കർമ്മമാകുന്ന തിരി എരിയുന്നതിന് ആധാരമായത് കർമ്മമാകുന്ന തിരി. നാം നിത്യം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ആധാരം, അതിനുള്ള ഊർജം നമ്മുടെ പഴകിയ വാസനയാണ് നെയ്യായ പഴകിയ വാസന. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ചിന്താശേഷിയുള്ളവൻ അതിനെക്കുറിച്ച് വിവേകത്തോടെ ചിന്തിച്ചറിയാൻ ശ്രമിക്കുന്നു. ശരീരവും മനസ്സും ശരീരത്തിൻ്റെ പ്രവർത്തനവുമാണ് ഇവിടെ ഗുരുദേവൻ പറയുന്നത്. പ്രവർത്തിക്ക് കാരണം പ്രവർത്തിക്കപ്പെടുന്നതെങ്ങനെ? അനാദിയായ ആത്മാവ്, ആത്മാവിൻ്റെ നിഴലായ ശരീരം സ്ഥൂല സൂക്ഷ്മ 2 തട്ടുകളായി 5 ഇതളുകളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അത് ചുറ്റാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള നെയ്, അതോ വിളക്കെരിയുവാനുള്ള എണ്ണ, മുൻ പഴകിയ വാസന, പൂർവജന്മ വാസനയാണ് നെയ്. ഈ എണ്ണയിൽ വർത്തി, തിരി, വൃത്തി, കർമ്മം. 2 തട്ടുള്ള വിളക്കെരിയുന്നതിന് എണ്ണ ആവശ്യമാണ്. ആ എണ്ണ നമ്മുടെ പഴകിയ വാസന. ഇത് എരിയുവാനുള്ള തിരി നമ്മുടെ കർമ്മമാണ്. കർമ്മമാകുന്ന തിരിയിൽ വാസനയാകുന്ന എണ്ണയിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. കർമ്മമാകുന്ന തിരിയിൽ വാസനയാകുന്ന എണ്ണയിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരം, അല്ലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. ശരീരത്തിൻ്റെ പ്രവൃത്തി എപ്പോഴാണ് ഇല്ലാതാകുന്നത്? ആ വ്യക്തിയുടെ വാസന ക്ഷയിക്കുകയും പ്രവൃത്തി ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനെ നാം മരണം എന്ന് പറയുന്നു. തിരി എരിഞ്ഞു തീരും. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അത് എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഇത് എൻ്റെ വാസനയാണ്. ഇതുപോലെ എല്ലാവരെയും പ്രവർത്തിപ്പിക്കുന്നത് അവരുടെ വാസനയാണ്. ഈ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. ആ കർമ്മം മുടങ്ങുമ്പോൾ ശരീരം നിലയ്ക്കുന്നു, മരണമുണ്ടാകുന്നു. ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ തത്വചിന്ത എത്ര കാലം പ്രവർത്തിക്കും, എപ്പോഴാണ് ഈ പ്രവർത്തനത്തിൻ്റെ അവസാനം എന്നൊക്കെ ഗുരു ഈ ശ്ലോകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാന കാര്യം, ഈ ശരീരം പ്രവർത്തിക്കുന്നത് വാസനയാകുന്ന എണ്ണയിലാണ്. ഏറ്റവും പ്രധാന കാര്യം, ഈ ശരീരം പ്രവർത്തിക്കുന്നത് വാസനയാകുന്ന എണ്ണയിലാണ്. നമ്മിൽ വ്യത്യസ്തമായ വാസനയാണ്. ഓരോരുത്തരുടെയും പ്രവൃത്തി അവരവരുടെ വാസനയ്ക്കനുസരിച്ചാണ്. നമ്മുടെ തിക്തമായ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും മറ്റുള്ളവരുടെ മേലെ പഴിചാരാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മേലെ നാം പഴിചാരും. പക്ഷെ എല്ലാ അനുഭവങ്ങളെല്ലാം ഈ ദേഹത്തോട് ചേർന്നതാണെന്നും അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടതാണെന്നും നാം അറിയണം. എൻ്റെ കർമ്മവാസന തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വശാസ്ത്രം. ഇതറിഞ്ഞാൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പരിതപിക്കേണ്ടതല്ലെന്നും മനസ്സിലാക്കി തൃപ്തിയായ ജീവിതം നയിക്കാം. എല്ലാം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ വാസനയാണ്. വാസനയെക്കുറിച്ച് നാം നന്നായി പഠിക്കണം. പൂർവികരുടെ ഗുണപരമായ പിന്തുടർച്ച തുടരുന്നുണ്ട്.
ഗുരു ദർശിക്കുന്നുണ്ടത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാം ചെയ്തു പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നാം ഓർക്കാറില്ല. ഒരു വ്യക്തി ജന്മമെടുക്കുമ്പോൾ അവൻ മരിക്കുന്നതുവരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാരണവും വസ്തുതയും മനസ്സിലാക്കി ശരീരവും മനസ്സും ആത്മാവും കൂടി നമ്മെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഓരോരുത്തരും വേറെ വേറെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് എൻ്റേതുപോലെ ഇത്ര അനുഭവങ്ങളില്ലല്ലോ, എനിക്കെന്താ ഇത്രയും വേദനാജനകമായ ജീവിതം എന്നതിനൊക്കെയുള്ള കാരണം ഈ ശ്ലോകത്തിൽ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഈ അറിവ് തുടർന്നുള്ള ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ വളരെ ധൈര്യത്തോടും സന്തോഷത്തോടും കൂടി തിരിച്ചറിയാനും അതിനെ തരണം ചെയ്യാനും നമുക്ക് ഈ ഗുരുവിലെ പ്രവർത്തിക്കുന്ന ശരീരവും മനസ്സും ആത്മാവും കൂടി കർമ്മം ചെയ്യുന്നതിൻ്റെ രഹസ്യം നാം മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടി തിരിച്ചറിയാനും തരണം ചെയ്യാനും നമുക്ക് പറ്റും. അതിന് ഗുരുദേവന്റെ ഈ ശ്ലോകം നമ്മെ സഹായകമായി തീരട്ടെ. ഗുരുദേവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ഹരി ഓം നമഃ ശിവായ.